ഹായ് ഫ്രണ്ട്സ്, ഇതെന്താ കൈ നിറയെ അച്ചപ്പൊക്കെ ആയിട്ട് ഇന്നല്ലേ? ഇന്ന് ഞാൻ വറുത്ത അരിപ്പൊടിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറ അച്ചപ്പം അച്ചപ്പം. ഇത് കറുമുറ തന്നെയാണ് നമുക്ക് നോക്കണ്ടേ അല്ലേ? അപ്പോൾ നമുക്കിത് 2 ഗ്ലാസ് വറുത്ത നൈസ് അരിപ്പൊടിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറുമുറ അച്ചപ്പം. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ കേൾക്കുന്നുണ്ടോ ശബ്ദം? അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയല്ലോ, നല്ല കറുമുറയുള്ള നല്ലൊരു അച്ചപ്പാണ്. വറുത്ത അരിപ്പൊടിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണം നോക്കിയാലോ? ഒന്നും കൂടി അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം, വാ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വറുത്ത അരിപ്പൊടി കൊണ്ട് തന്നെ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ കപ്പിൽ 2 കപ്പ് പത്തിരിപ്പൊടി നൈസ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു കപ്പിൽ 1 കപ്പ് പഞ്ചസാര ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു 5-6 ഏലക്കായ കുരു ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയുടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് 2 മുട്ട അടിച്ചൊഴിച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഒരു അരമുറി നാളികേരത്തിൻ്റെ കട്ടിപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്യാം. പരിപ്പൊടിയിലേക്ക് നമുക്ക് ആദ്യം നാളികേരം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ 2 മുട്ട പഞ്ചസാരയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ, അതും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഞാൻ 2ാം പാൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ദോശമാവിനെക്കാട്ട് കുറച്ചും കൂടി ഇത്തിരി കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ഈ മിക്സിയിലേക്ക് തന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിൻ്റെ മിക്സ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അരമുറി നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞൊഴിച്ചു. ദോശമാവിനെക്കാട്ട് കുറച്ചും കൂടി അളവിൽ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് പഞ്ചസാര നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്തിരി മധുരം ഇത്തിരി വേണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കാം. ജീരകം ഒന്ന് കയ്യിലെടുത്ത് തിരുമ്പിയതിന് ശേഷം അതിട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. നമ്മൾ പഞ്ചസാര പൊടിച്ചപ്പോൾ ഏലക്കായ ഇട്ട് പൊടിച്ചിട്ടുണ്ട്. അതിനും കൂടി ഫ്ലേവർ ഉള്ളതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം ഞാനതൊന്ന് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അച്ചപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറുമുറയുള്ള അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.